ഹിക്മത്ത് നമുക്ക് പറയാം, പക്ഷെ അത് ഈമാനല്ല. ഹബീബിങ്ങളെ ഉദാഹരണം പറയാം. മൂത്രത്തിൽ തുപ്പരുതേ, എന്തേ? പല്ല് മഞ്ഞ നിറമാകും. അതിൻ്റെ ഹിക്മത്താണ്. പല്ല് മഞ്ഞ നിറം ആവൂല എന്ന് വിചാരിക്കുക, എന്നാൽ തുപ്പാൻ പാടുണ്ടോ? ഇല്ല, അത് വേറെ സാധനമാണ്. പറഞ്ഞൊക്കെ നമ്മക്ക് എന്നേ ഉള്ളൂ. ഒത്തില്ലെങ്കിലും തുപ്പാൻ പാടില്ല എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്. ഇതാണ് മംദൂഹ്. സാധനം നമുക്ക് ഇങ്ങനെയൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പം എന്താ സുബഹിൻ്റെ മുമ്പ് ജനിച്ചത്? സുബഹിക്കരിച്ചിട്ടാണെങ്കിൽ അബ്ദുൽ മുത്തലിബിനോട് പറയാൻ പോകാൻ വെളിച്ചം ഉണ്ടാവും, സൗകര്യമാവില്ലേ എന്ന് നമുക്കങ്ങനെ തോന്നുകയാണ്. അപ്പം നമ്മളിങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയ അത് ഫജ്ർ, അതായത് ഫജ്ർ സ്വാദിക്ക് വെളിവാകുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു പ്രകാശമുണ്ടാവും. ആ പ്രകാശം കൂടി കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം എന്ന് പറഞ്ഞോക്കണേന് കുഴപ്പമൊന്നുമില്ല. ആണെങ്കിലും അല്ലെങ്കിലും നബിതങ്ങൾ ജനിച്ചത് തിങ്കളാഴ്ച സുബഹിയോട് അടുത്ത സമയം തന്നെ ആകുന്നു എന്നുള്ളിടത്തേക്ക് എത്തണം. ഇതാണ് മംദൂഹ്. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ നമ്മൾ പറയലുണ്ട്. അതിനാണ് ഹിക്മത്ത് എന്ന് പറയുക. കൈ എന്തിനാ അവിടെ തന്നെ കെട്ടുന്നത്? അത് ഹൃദയത്തിൽ ഈമാൻ സ്ഥിരമായി നിൽക്കാൻ വേണ്ടിയുള്ള സൂചനയായിട്ട് ആയിരിക്കാം. അല്ലെങ്കിലും കൈ അവിടെ തന്നെ കെട്ടേണ്ടത്, അവിടെ തന്നെ കെട്ടേണ്ടത്. ഇതാണ് സംഗതി മംദൂഹ്. മദ്മൂം എന്ന് പറയുന്നതാണ് യുക്തിവാദം എന്ന് പറയുന്നത്. യുക്തിയിൽ ഒതുങ്ങാത്തതിനാൽ വേണ്ടാന്ന് വെക്കുക, അതാണ് മദ്മൂമായത്, അതാണ് യുക്തിവാദം. അപ്പം അതിൽപ്പെട്ട ഒന്നാണ്, ആദ്യ ഭാഗമാണ് നളിർ എന്ന് പറയുന്ന ചിന്ത. അതിൽ കുറേ കാര്യങ്ങളുണ്ട്. മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവൻ്റെ ബുദ്ധിയിൽ തന്നെയുണ്ട്, അവൻ്റെ യുക്തിയിൽ തന്നെ ഉണ്ട് എന്നതാണ് അതിലെ ഒന്നാം ഭാഗം. മനുഷ്യൻ എങ്ങനെ എന്തൊക്കെ പറ്റൂ എന്തൊക്കെ പറ്റൂല എന്നുള്ളത് അവന് സ്വയമായി തീരുമാനിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പറയുന്നത്. ലോകത്തെ എല്ലാ ജീവികളുടെയും വിവരവും മനുഷ്യൻ്റെ വിവരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ലോകത്തെ എല്ലാ ജീവികൾക്കും വിവരവും മനുഷ്യന് വിവരത്തിനുള്ള വിവരവുമാണ് നൽകപ്പെട്ടിട്ടുള്ളത്. ലോകത്തെ എല്ലാ സാധനങ്ങൾക്കും വിവരമുണ്ട്. പൂച്ചക്ക് വിവരമുണ്ട്. എന്താ വിവരം? രണ്ട് വിവരമാണുള്ളത്. ഒന്ന് ജൽബുൽ മൻഫഅത്ത് എന്ന ഉപകാരത്തെ കൊണ്ടുവരാനുള്ള വിവരവും, രണ്ട് ദഫ്ഉൽ മളറത്ത് എന്ന ഉപദ്രവത്തെ തടയാനുള്ള വിവരവും. സർക്കസിൽ ആന സല്യൂട്ട് അടിച്ചു കാണിക്കും. എന്തിന്? പനമ്പട്ട കിട്ടാൻ, ഉജീനം കിട്ടാൻ. ജൽബുൽ മൻഫഅത്ത്. പിന്നെ കാണിക്കും എന്തിന്? ദഫ്ഉൽ മളറത്ത്, അടി കിട്ടുന്നത് തടുക്കാൻ. നായയെ കാണുമ്പോൾ പൂച്ച ഓടുന്നു. എന്താ കാരണം? ജീവൻ കിട്ടാൻ. ദഫ്ഉൽ മളറത്ത്. മനുഷ്യൻ അങ്ങനെ തന്നെ ഓടൂല. എന്താ കാരണം? പൂച്ചൻ്റെ വിവരം മനുഷ്യൻ്റെ വിവരം അതേമാതിരിയല്ല. മനുഷ്യൻ നോക്കുക, എന്താ കാട്ടണമെന്ന് നോക്കാലോ, അതിന് ശേഷം നമുക്ക് തീരുമാനമാക്കിയിട്ട് എന്താ വെച്ചാൽ ചെയ്യാം. ഇതാണ് മനുഷ്യൻ തമ്മിൽ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും ഗൈഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മൾ സാധാരണ പറയും നീർക്കോലി കുട്ടിക്ക് നീന്താൻ പഠിപ്പിക്കണ്ടെന്ന്. ഓട്ടോമാറ്റിക് നീന്തും. മനുഷ്യക്കുട്ടിനിട്ടാലും നീന്തൂല, വെള്ളം കുടിച്ച് തീർക്കും. കടൽ മുഴുവൻ കുടിച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയേ ചെയ്യുള്ളൂ, നീന്താൻ ശ്രമിക്കൂല. കാരണം മനുഷ്യനത് പഠിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. പഠിക്കണമെങ്കിൽ ഗൈഡൻസ് ഉണ്ടായിരിക്കണം. ഒരാൾക്ക് പഠനത്തിൽ എപ്പോഴാണ് തെറ്റുക? ഗുരുവിന് തെറ്റിയാൽ ശിഷ്യന് തെറ്റും. പഠനത്തിലൊരു മനുഷ്യൻ എപ്പോഴാണ് തെറ്റുക? പഠിപ്പിക്കുന്നവന് തെറ്റിയാൽ പഠിക്കുന്നവന് തെറ്റിയിരിക്കും. അതിനാൽ പഠിപ്പിക്കുന്നവന് തെറ്റാൻ പാടില്ല. അതിനാൽ അള്ളാഹു അമ്പിയാക്കളെ അയച്ചു, അവർ മാസൂമിങ്ങളാണ്. പഠിപ്പിക്കുന്ന ആൾക്ക് തെറ്റാൻ പാടില്ല. അതുകൊണ്ട് ഇലാഹിയായ വഴിയിൽ നിന്നാണ് മനുഷ്യന് ഗൈഡൻസ് വരേണ്ടത്. സ്വന്തമായിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ചില ആൾക്കാർ പറയും അല്ല ഉണ്ട് അറിയും. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കും, ചെറിയ കുട്ടികൾ അപ്പി തിന്നുമല്ലോ, അത് പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ അത് കുട്ടികളാവുമ്പോൾ പറ്റുന്നാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ തടുക്കണേ? എന്നാൽ തിന്നോട്ടെ വെച്ചാൽ പോരെ. പറ്റൂല എന്നാണെങ്കിൽ ജന്മന ഇല്ല എന്ന് തന്നെയല്ലേ വരുന്നത്. നമ്മളെ വാദം അതാണ്, ജന്മന ഇല്ല, ഉണ്ടാക്കി കൊടുത്താലേ ഉണ്ടാവുള്ളൂ. അതിന് ഇലാഹിയായ മാർഗത്തിൽ നിന്ന് തന്നെ ഗൈഡൻസ് വരേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി എന്താ വെച്ചാൽ, ഈമാൻ നളിറിൽ, ചിന്തയിൽ ഒതുങ്ങുന്നതല്ല, നന്മയും ചിന്തയിൽ ഒതുങ്ങുന്നതല്ല. ഹിക്മത്ത് പറഞ്ഞു നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ, പറഞ്ഞ മാതിരി തന്നെ ആയിക്കൊള്ളണം എന്നില്ല. രണ്ടാമത്തേത് ഇസ്തിദ്ലാൽ. ഇസ്തിദ്ലാലിൻ്റെ ഭാഗമായിട്ടാണ് സയൻസ് വരുന്നത്. സയൻസ് കൊണ്ട് അള്ളാഹുവിനെ തെളിയിക്കാൻ കഴിയൂല. എന്തുകൊണ്ട്? സയൻസ് അതിനുള്ളതല്ല. എന്നെ കാരണം
സയൻസ് അള്ളാഹിനെ തെളിയിക്കാനുള്ള സംഭവം അല്ല, അതുകൊണ്ട് തന്നെ കഴിയാത്തത്. സയൻസ് വേറെ കുറേ ആവശ്യങ്ങൾക്കുള്ളതാണ്, അള്ളാഹുവിനെ തെളിയിക്കാനുള്ളതല്ല. അതിനാൽ സയൻസ് കൊണ്ട് കഴിയും. സയൻസ് നമ്മൾ വിമർശിക്കണമെന്നില്ല, കാരണം സയൻസ് വേറെ കുറേ ആവശ്യങ്ങൾക്കുള്ളതാണ്, അത് നമുക്ക് ആവശ്യമുണ്ട്. സയൻസ് അള്ളാഹുവിനെ തെളിയിക്കാനുള്ളതല്ല, അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ തെളിയിക്കാൻ അതുകൊണ്ടോട്ട് കഴിയൂല, കഴിയണമെന്നില്ല. സയൻസ് കൊണ്ട് തെളിയണമെന്ന് വാശി പിടിപ്പിക്കുന്നത് ഈമാനും അല്ലാതെ വിവരമാണ്. ഈ വിശ്വാസപരമായ കാര്യങ്ങളും വിവരവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഒരു കാര്യം ഇപ്പോൾ ഈ സ്റ്റാൻഡുമായി ഇരിക്കുന്നത് ഈ നമ്മളെ സൗണ്ട് ബോക്സ് ആകുന്നു എന്നത് ഇപ്പോൾ ഇൽമാണല്ലോ, അത് ഈമാനല്ലല്ലോ. ഈമാൻ എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ ഇൽമിൻ്റെ തലത്തിലേക്ക് വരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ സയൻസ് കൊണ്ട് തെളിയിച്ചാൽ അത് വിവരമാണല്ലോ ആകുന്നത്, ഈമാനല്ലല്ലോ ആവുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്തിദ്ലാൽ, ഇന്ന് വേറെ ഇസ്തിദ്ലാലുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇസ്തിദ്ലാൽ, അള്ളാഹു മൗജൂദുൻ ഖദീമുൻ ബാക്കിയൊക്കെ പറഞ്ഞ ഇസ്തിദ്ലാൽ. പക്ഷേ ഈ ഇസ്തിദ്ലാൽ അതല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഇസ്തിദ്ലാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സയൻസിനെയാണ്. ഇനിയുള്ള മൂന്നാമത്തെ ഒരു കാര്യമാണ്, അതും കൂടിയും പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം, ലിബറലിസം എന്ന് പറയുന്നത്. 3 കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. 1 നിരീശ്വരവാദം, 2 യുക്തിവാദം, 3 ലിബറലിസം. പിന്നെ ബാക്കിയൊക്കെ അതിൽ ഒതുങ്ങിക്കിട്ടും. ലിബറലിസം എന്ന് പറയുന്നത് 1860 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ആശയമാണ്. AD 1860 മുതലാണ് ലിബറലിസം എന്ന ആശയം വരുന്നത്. സർവത്ര സ്വതന്ത്രതാവാദം എന്നതാണ് അതിൻ്റെ മലയാളം. സർവത്ര സ്വതന്ത്രതാവാദം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രനായിരിക്കണം എന്ന വാദമാണ് സർവത്ര സ്വതന്ത്രവാദം. ഈ ലിബറലിസം എന്ന് പറയുന്ന ആശയം വരുന്നത് മനുഷ്യൻ അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു കാലത്ത് അതിൽ നിന്ന് മോചനത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു മുദ്രാവാക്യമാണ്. നമ്മളെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ, നമ്മളെ നാട്ടിലൊരു കാലത്ത് ജമ്മി കുടിയാൻ വ്യവസ്ഥയുണ്ടായിരുന്നു. ജമ്മി കുടിയാൻ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഭൂമികളെല്ലാം ജമ്മിയുടേതാണ്. കർഷകന്മാർ അതിൽ കൃഷി ചെയ്യും. കൃഷി ചെയ്ത് വിളവെടുത്താൽ ജമ്മിയുടെ ആളുകൾ വന്ന് ഓൽക്ക് ആവശ്യമുള്ളത് മുഴുവൻ കൊണ്ടുപോയിട്ട് ബാക്കി ഇവിടെ ഇട്ട് കൊടുക്കും. അത് കർഷകനെടുക്കാം. കർഷകൻ്റെ കൂലി കണക്കാക്കി കൊടുത്തിട്ട് ബാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, ജമ്മിക്ക് ആവശ്യമുള്ളതൊക്കെ കൊണ്ടുപോയിട്ട് ബാക്കി ഇവിടെ ഇട്ട് കൊടുക്കും. ഇതാണ് ജമ്മി കുടിയാൻ വ്യവസ്ഥ. ഇതാണ് ഇങ്ങനെ തത്തുല്യമായ കുറേ കാര്യങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നടപ്പിലുണ്ടായിരുന്നു. ഇവകൾക്കെതിരെയുള്ള ഉയർന്നു വന്ന ഒരാശയമാണ് ലിബറലിസം എന്ന് പറയുന്നത്. അത് പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം കൾച്ചറൽ ലിബറലിസം എന്ന പേരിലേക്ക് മാറി. സാംസ്കാരിക സ്വതന്ത്രതാവാദം. സാംസ്കാരിക സ്വതന്ത്രതാവാദം എന്ന് പറയുന്നത് നിലവിലുള്ള സംസ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓപ്പോസിറ്റ് വാദിക്കുന്നതാണ്. കൾച്ചറൽ ലിബറലിസം എന്ന് പറഞ്ഞത്. ഒരു നാട്ടിൽ ചെന്നു, ആ നാട്ടിൽ ആണുങ്ങളൊക്കെ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുകയാണ്. അപ്പം നേരെ ഓപ്പോസിറ്റ് വാദിക്കുക. അങ്ങനെയല്ല വേണ്ടത്, ആണിനും പെണ്ണിനെയാണ് കല്യാണം കഴിക്കേണ്ടത് എന്ന് വാദിക്കുന്നതാണ് കൾച്ചറൽ ലിബറലിസം എന്ന് പറയുന്നത്. വേറൊരു നാട്ടിൽ ചെന്നപ്പോൾ അവിടെ ആണുങ്ങളെ തന്നെ കല്യാണം കഴിക്കുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഇങ്ങോട്ടും പറയണം. അതാണ് ഈ കൾച്ചറൽ ലിബറലിസം. ഒരു നാട്ടിൽ എങ്ങനെ നടപ്പുള്ള വെച്ചാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറയാം. കുറേ കാലം കഴിഞ്ഞപ്പോൾ അത് സോഷ്യൽ ലിബറലിസം എന്ന പേരിലേക്ക് മാറി. സോഷ്യൽ ലിബറലിസം എന്ന് പറയുന്നത് സാമൂഹിക പുരോഗതിയെ ലക്ഷ്യമാക്കിയാണെന്ന് പറഞ്ഞ് നിലവിലുള്ള വ്യവസ്ഥിതിക്കെതിരെയൊക്കെ നീങ്ങുന്നതാണ് സോഷ്യൽ ലിബറലിസം. ഇന്ന് നിലവിലുള്ളത് ഇതൊന്നുമല്ല, പൊളിറ്റിക്കൽ ലിബറലിസമാണ്. പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം, വോട്ട് കിട്ടാൻ എങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെ പറയുന്നതിനാണ്. പ്രത്യേകിച്ച് ക്യാമ്പസുകളിലൊക്കെ ക്യാമ്പസിൽ വോട്ട് കിട്ടാൻ എങ്ങനെയാണ് പറയേണ്ടത് അങ്ങനെ പറയുന്നതിനാണ് പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറഞ്ഞത്. വോട്ട് കിട്ടൂലെന്ന് തോന്നിയാൽ നേരെ തിരിച്ചിങ്ങോട്ട് തന്നെ പറയണത് എന്തുതന്നെയാണ്, പൊളിറ്റിക്കൽ ലിബറലിസം തന്നെയാകുന്നു. അതാണ് പൊളിറ്റിക്കൽ ലിബറലിസം. ഇന്ന് നമുക്ക് നിലവിലുള്ള സാധനം ഈ പൊളിറ്റിക്കൽ ലിബറലിസമാണ്. പക്ഷെ എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, പൊളിറ്റിക്കൽ ലിബറലിസം ചില ആളുകളെ സ്വാധീനിച്ചതിനാൽ തോന്നിയമായിരിക്കെ വാദിക്കുന്ന തരത്തിലേക്ക് ഇന്ന് സാഹചര്യം മാറിയതിൽ നിന്നാണ് സ്ത്രീപക്ഷപാതം തുടങ്ങിയ സംഗതികളൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം.